ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു സൺഡേയിൽ. അങ്ങനെ ഭയങ്കര സംഭവബഹുലമായ ഒരു ഡേ ഒന്നുമല്ല, പ്രത്യേകിച്ചും പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനൊന്നും തോന്നലില്ല, വെറുതെ ഇരിക്കാനാട്ടോ തോന്നണത്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണമല്ലോ. അപ്പം ഞാൻ ആ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ചെയ്യാട്ടോ. അപ്പം അതിലെ മെയിൻ കാര്യമാണ് ഈ ഒരു വീക്കിലി പ്ലാനർ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഈ പിൻ ബോർഡ് ഞാൻ സെറ്റാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു 1 മന്തിലേറെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്താണ് ചെയ്യാനുള്ളത് വെച്ചാൽ ആ ഒരു വീക്ക്ലി പ്ലാനറിൽ ഈ ഒരു മന്തിൻ്റെ പ്ലാനിങ് ഒക്കെ ഒന്ന് എഴുതി വെക്കണം. അങ്ങനെ ഭയങ്കരമായിട്ടില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ മന്തിനും ഈ പേപ്പർ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതിയല്ലോ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പക്ഷേ എഴുതണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ എന്തോ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ഇന്ന് അത് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഈ ഒരു ബോർഡ് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വീണ്ടും വീണ്ടും ഒട്ടിക്കലാണ് കേട്ടോ എൻ്റെ പണി. അപ്പം എനിക്ക് തോന്നിയത് അടുത്ത വേറൊരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് 4 ഭാഗത്തും ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. മറ്റേത് ഞാൻ പീസ് പീസ് ആക്കിയിട്ടേനെ ഒട്ടിച്ചിനി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടാപ്പ് നോക്കിയപ്പം ഇതേ ഉള്ളൂ കേട്ടോ. ഇതെന്തിനാണ് ഇവർ ലാസ്റ്റിൽ ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ അടിയിൽ വല്ല സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി കടയിൽ പോയിട്ട് ഇതേപോലെ ഒരു വലിയ ഡബിൾ സൈഡ് ടാപ്പ് തന്നെ മേടിച്ചിട്ടുണ്ട്. വലിയത് പറയുമ്പം 20 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന്. അത് ഇതേപോലെ 4 സൈഡിലും വലുതാക്കിയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്രീമൊക്കെ ഒട്ടിച്ചോണ്ട് തന്നെ ഇത് പഴയ പോലെ പറഞ്ഞു പോരൂല ഇടക്കിടക്ക് എന്നാണ് കേട്ടോ എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നമുക്ക് പഴയ സ്ഥാനത്ത് തന്നെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സംഭവം ഇങ്ങനെ നിൽക്കണൊക്കെ ഉണ്ട്. ഇനി എപ്പോഴാ ഇത് വിൽക്കാൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇങ്ങനത്തെ പിൻബോർഡൊക്കെ ഒട്ടിക്കാൻ നിങ്ങളെ കയ്യിൽ നല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരി. ആണി അടിക്കാൻ പറ്റാത്ത വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറേ കാലമായി അത് ചെയ്യണം വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ പിൻ ബോർഡ് സെറ്റായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഫസ്റ്റ് ജേണൽ ഫ്ലിപ്പ് ത്രൂ ഒന്ന് കാണിച്ചാലോ എന്ന്. ഞാൻ ഇപ്പം ചെയ്യുന്ന ജേണലിംഗ് ഒക്കെ ചെയ്യണത് ഫസ്റ്റൊക്കെ ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒക്കെ ചെയ്യല്ലോ നമ്മൾ, ജേണൽ സപ്ലൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജേണലിങ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലോ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മാഗസിൻ, ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെയുള്ള കുറേ കട്ടൗട്ട് പേജസ്, ബുക്കിലെ പേജസ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് വൺ മാത്രമേ ഇതിൽ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നിയ പോലെ ചെയ്തതാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. എനിക്ക് ഇതേപോലെ ബുക്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ഓർമ്മക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട്, അതായത് ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കണത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബുക്കുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും നോക്കൂല. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് തന്നെ കുറേ കാലമായിട്ടോ. ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് 2020-ലാണ്. അപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2021-ലും. ഇതും ഒരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഐഡിയ ആണ് കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഇനിയില്ല. അപ്പം ഈ ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആകെ 1 എന്നാണ്. അപ്പം 2 ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബുക്ക് ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ബുക്കിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഡ്രോയിങ് ബുക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കയ്യിലുള്ള ഓരോ പേപ്പർ ഒക്കെ കട്ട് ചെയ്ത് എടുത്ത് ഒട്ടിച്ച് അങ്ങനെ ഈ ബുക്കിൽ കുറച്ച് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേ എൻ്റെ എല്ലാ ജേണലും കാണിക്കണേൽ ഇതിൻ്റെ ഒരു ചെറിയ ഫ്ലിപ്പ് ത്രൂ കാണിച്ചിട്ടുണ്ട് എന്ന്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ട്ടോ ഈ ഒരു ബുക്കില്. ഇവിടെ കണ്ടോ ഞാൻ എൻഡ് ചെയ്ത ആ ഒരു ഇയറും കൂടി ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ മുന്നേ ആണ് തോന്നുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി ജേണൽ ഫ്ലിപ്പ് ത്രൂ ഫസ്റ്റ്ത്തത് കാണിക്കുമോന്നൊക്കെ. ഞാൻ ഇന്നാള് ഈ ഒരു ബുക്കിലെ ഐഡിയ കാണിച്ച് വീഡിയോസ് ഒക്കെ ഇട്ടപ്പം ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടേനി. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് ഇതും കുറേ ആയി വിചാരിക്കണേ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോന്റെ ഉള്ളിൽ തന്നെ അതും കൂടി ഇൻക്ലൂഡ് ആക്കാന്ന് കരുതി. അടുത്തത് ഞാൻ ഇന്നലെ തന്നെ രാത്രി ഉറങ്ങുമ്പോഴേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടേനി ട്ടോ. ക്യാൻഡിൽ ഉണ്ടാക്കണമെന്ന്. രാവിലെ എണീച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് അതാന്നൊക്കെ ഇനി വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ലാസ്റ്റ് ചെയ്യണത് അതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ക്യാൻഡിലൊക്കെ ഇഷ്ടമാണ് നമ്മളെ ടേബിളിന്റെ സൈഡിലൊക്കെ വെക്കാൻ. പക്ഷെ നമ്മളിപ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു 200, 300 ആ ഒരു പ്രൈസിനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഇതേപോലെ 5 രൂപക്കും 10 രൂപക്കും 11 രൂപക്ക് അങ്ങനെ ആ ഒരു പ്രൈസിനുള്ള ക്യാൻഡിലും പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുട്ട ക്യാൻഡിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒക്കെ ഞാൻ അതൊക്കെ ഉരുക്കിയിട്ട് ഉണ്ടാക്കാന്നാ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇതേപോലെ വാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ക്രയോൺസ് ഇങ്ങനെ എന്താ പറയുക ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിനി. അപ്പൊ അതിന് കുറച്ച് കളറൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ എന്ത് ചെയ്യണം ഉരുക്കി കൊടുക്കണം. പിന്നെ ഞാൻ പണ്ടെന്താ കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉണങ്ങിയിട്ടുള്ള റോസാപ്പൂവിന്റെ ഇലകളൊക്കെ ഇട്ടാൽ നല്ല മണം ഉണ്ടാവുന്നു. ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇട്ടാൽ അതൊന്നായിട്ട് നെരിഞ്ഞു പോവും ഉരുക്കിയെടുക്കുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യാ ലാസ്റ്റ് ഇടാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഈ ഒരു പാത്രമൊക്കെ എടുത്ത് അതിൽ ഫുള്ള് ഉരുക്കി അതായത് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ മേലെ നേരത്തെ പറഞ്ഞ പോലെ ആ റോസിന്റെ ഇതളുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതിന് തിരി സെറ്റ് ആക്കണമല്ലോ. നമ്മളെ നോർമൽ ക്യാൻഡിലൊക്കെ ഞാൻ കാണല് ഇതേപോലത്തെ നൂലിങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ അതേപോലെ നൂല് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ അത്യാവശ്യം ഒരു 1 hour ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണങ്ങാൻ മീൻസ് ഇതൊന്ന് സെറ്റായി കിട്ടാന്. അപ്പൊ ആദ്യം ഉരുക്കിയപ്പോ എന്റെ പ്രതീക്ഷ ഈ ഒരു ഗ്ലാസ് കവിഞ്ഞ് നിൽക്കുന്നേനി. അതുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് കയ്യിലുള്ള ക്യാൻഡിൽസും കൂടി ഞാൻ ഒന്നും കൂടി മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒഴിച്ചപ്പോഴും അങ്ങനെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഗ്ലാസിന്റെ ഒരു മുക്കാൽക്കൊക്കെ ഉണ്ട്. അപ്പൊ അത്ര മതിയല്ലോ നമുക്ക്. ഇനി ഇതൊന്ന് സെറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 1 hour ഒക്കെ എടുത്തിട്ടുണ്ടാവും ഇതൊന്ന് സെറ്റായി കിട്ടാന്. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് ഈ സംഭവം എങ്ങനെയുണ്ട് നോക്കാട്ടോ. ഓ സെറ്റ് സെറ്റ്. ഇതൊക്കെ കത്തണ കണ്ടപ്പോ ഒരു അഭിമാന നിമിഷം. ഞാൻ കുറെ കാലമായിട്ട് ഉണ്ടാക്കണം വിചാരിച്ചതാണല്ലോ. ഇതിപ്പോ പൈസ ലാഭമായി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ടാബിള് അത്യാവശ്യം നല്ല രീതിക്ക് കേടുന്നിട്ടുണ്ട്. ഈ ക്രയോൺസും മറ്റേ മേക്കും ഒക്കെ എന്താ പറയാ ഇങ്ങനെ കട്ടയൊക്കെ ചെയ്തിട്ട്. ഈ ഷീറ്റാണെന്നുണ്ടെങ്കിലും ഇപ്പം എടുത്ത് മാറ്റിയതാണല്ലോ. അപ്പൊ ഞാനത് നന്നായിട്ട് ഉരച്ച് തേച്ച് ഒഴിവാക്കി. പിന്നെ എനിക്ക് ബുക്ക് വായിക്കണം. എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ജേണൽ ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ബുക്ക് അയക്കുമ്പോഴേ അല്ലെങ്കിൽ ജസ്റ്റ് പഠിക്കാനിരിക്കുമ്പം എന്ത് വെറുതെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫീല് വേറെ വൈബാണ് കേട്ടോ. ഞാനിപ്പോൾ അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ക്യാൻഡിൽ ചെറുതായിട്ട് പണി തന്നു കേട്ടോ. ആറ്റുനോട്ട് ഉണ്ടാക്കിയത് ഇനി ആ തിരി ഉണ്ടല്ലോ അത് ഫസ്റ്റ് കത്തിക്കണ ആ കത്തിക്കൽ തന്നെ അത് കഴിഞ്ഞി. പിന്നെ കത്തണില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയയാണ് നമ്മളെ അടുത്തുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് നടുത്തത് ക്യാൻഡിൽസ് ഒക്കെ ഒന്ന് ചൊരണ്ടിയിട്ട് മേലെ ഇട്ടിട്ട് ആ സാധനം ഇറക്കി വെച്ച്. അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പൊ കത്തുന്നത്. ഇപ്പൊ അടിപൊളിയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ കാണുമല്ലോ നടുവിൽ ഇത്തിരി ഇങ്ങനെ വന്നിട്ടാണ് കത്തുന്നതെന്ന്. ബൈ ദ വേ ഈ ഒരു സൺഡേ ഞാൻ കുറെ കാലമായിട്ട് ചെയ്യണം വിചാരിച്ച 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ചെയ്യാട്ടോ.